പ്രിയമുള്ള പുല്ലൂർ സ്കൂളിലെ അധ്യാപകരെ, വിദ്യാർത്ഥികളെ, പൂർവ്വ വിദ്യാർത്ഥികളെ, പൂർവ്വ അധ്യാപകരെ, പുല്ലൂർ എന്ന ആ നല്ല കൊച്ചു ഗ്രാമത്തിലെ നിവാസികളെ എല്ലാവർക്കും സ്നേഹനമസ്കാരം. അസ്സലാമു അലൈക്കും. പുല്ലൂർ സ്കൂളിനെ പറ്റി എന്തെങ്കിലും പറയാ തുടങ്ങിയാൽ അവിടുത്തെ ഹെഡ് മാഷായിരുന്ന വേണു മാഷ്, അതുപോലെ തന്നെ മാനേജറായിരുന്ന മാപ്പുട്ടിക്ക, അതുപോലെ രാമേന്ദ്രൻ മാഷ്, ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ മറന്നുകൊണ്ട് ഒരു വാക്ക് പോലും പറയാൻ പുല്ലൂർ സ്കൂളിനെ പറ്റി എനിക്കില്ല. അങ്ങനെയാണ് ആ സ്കൂളിൽ വരാനും പുല്ലൂർ എന്ന ഗ്രാമത്തിൽ വരാനും ഒക്കെ കാരണക്കാരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ, പ്രധാനപ്പെട്ട ആൾക്കാരാണ് അവരൊക്കെ. അതുകൊണ്ട് അവരിൽ നിന്ന് തുടങ്ങിയാണ്. അതുപോലെ തന്നെ എൻ്റെ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടുത്തെ വാസന്തി ടീച്ചർ, ലീലാമ്മ ടീച്ചർ, സാവിത്രി, ഇന്ദിര, ലിസി, ദേവയാനി, രുക്മിണി, സിന്ധു, മാമിട്ടി മാഷ്, അലി മാഷ് തുടങ്ങിയിട്ടുള്ള എല്ലാ ആൾക്കാരും ഇപ്പോഴും ഏത് ലോകത്തെത്തി കഴിഞ്ഞാലും 30 വർഷങ്ങൾക്ക് ശേഷവും എൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന വ്യക്തിത്വങ്ങളാണ്. എല്ലാം നിൽക്കും. സഹപ്രവർത്തകർ എന്ന നിലയ്ക്കല്ല, നല്ല സഹോദരി സഹോദരന്മാർ എന്ന നിലയ്ക്കും, നല്ല സുഹൃത്തുക്കൾ എന്ന നിലയ്ക്കും. 30 വർഷമായിട്ട് ഞാൻ ആ സ്കൂളിൽ പോന്നിട്ട് പോലും പലരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്, സാധിച്ചിട്ടുണ്ട്. പലരുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. എന്നാൽ തന്നെയും ആ ഓർമ്മകളെ ഞാൻ താലോലിക്കുകയാണ് എന്നും എപ്പോഴും. ഞാൻ പരിചയപ്പെടുത്തില്ല, ഞാൻ ബഷീർ മാഷ്. 1994 ആ സ്കൂളിൽ നിന്നും പിരിഞ്ഞുപോയ ബഷീർ മാഷും റെമിനി ടീച്ചറും ഒരുമിച്ചാണ് ആ സ്കൂളിൽ പിരിഞ്ഞുപോയത്. അത് ഒരു 5 വർഷക്കാലം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പരിചയപ്പെടുത്താൻ എനിക്ക് താല്പര്യമുള്ളൂ. കാര്യം എന്താ വെച്ചാൽ എൻ്റെ കൂടെ ഇപ്പോൾ റെമിനി ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇല്ല. ഈ പൂർവ്വ അധ്യാപക കൂട്ടായ്മയിൽ പങ്കെടുക്കേണ്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അവൾക്ക് സാധിക്കാതെ പോയതിലും അവളെ ദൈവം നേരത്തെ തന്നെ ഞങ്ങളുടെ കയ്യിൽ നടത്തിയെത്തി കൊണ്ടുപോയതിലും വലിയ ദുഃഖം അനുഭവിച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത്. ഈ പുല്ലൂർ എന്ന ഗ്രാമം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള 5 വർഷം സമ്മാനിച്ച ഒരു നാടാണ്, ഗ്രാമവാസികളാണ്. കാരണം ഞാൻ എപ്പോഴും എവിടെയും പറയാറുണ്ട്, നമ്മുടെ പുല്ലൂർ കാലഘട്ടത്തിന് ശേഷവും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സന്തോഷകരമായിട്ട് മീൻസ് നാട്ടിലുള്ള ആളുകളുടെ സ്നേഹം പിടിച്ചുപറ്റി, സ്നേഹത്തോടു കൂടി അയൽവാസികളുടെയും നാട്ടുകാരുടെയും സ്നേഹം പിടിച്ചുപറ്റി ജീവിച്ച എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല 5 വർഷമാണ് പുല്ലൂരിലുള്ള എൻ്റെ കാലഘട്ടം. അതങ്ങനെ തന്നെ ഞാൻ പലപ്പോഴും പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടം തന്നെയാണ് അവിടെ. കാരണം എന്ന് വെച്ചാൽ ആത്മാർത്ഥതയുള്ള ഒരുപാട് ഗ്രാമവാസികളാണ് അവിടെ ഉള്ളത്. അവർക്ക് നിഷ്കളങ്കമായ സ്നേഹം മാത്രമേ ഉള്ളൂ. പുല്ലൂരിൽ ഒരുപാട് ആളുകളും ആയിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു ആ കാലത്ത്. ഈ ഏതൊരു നാട്ടിൽ നിന്നൊരു അധ്യാപകൻ മാഷ് എന്നുള്ള നിലക്കല്ലായിരുന്നു. എല്ലാവരിലും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ആൾക്കാരിലും ഇടപെട്ട് അവരുമായി ബന്ധപ്പെട്ട് അവരുടെ കാര്യങ്ങൾ അറിഞ്ഞ് അന്വേഷിച്ച് അവരുമായി സംവദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമങ്ങളും സന്തോഷങ്ങളും ഷെയർ ചെയ്യുന്ന ഒരു രീതിയിലാണ് ഞാൻ അവിടെ 5 വർഷം ജീവിച്ചത്. അതിൻ്റെ സുഖം, എൻ്റെ ഓർമ്മയും എൻ്റെ മനസ്സിൽ നിന്ന് ഏത് കാലഘട്ടം കഴിഞ്ഞാൽ പോലും അത് മാഞ്ഞു പോവില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ പുല്ലൂരിൻ്റെ ആൾക്കാരെ പറ്റി ഓർക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ ഇപ്പോഴും 30 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന ചില ഓർമ്മകളുണ്ട്. പറഞ്ഞുകൊണ്ടാറ്റൻ, അത് നമ്മളെ ചോറുണ്ടാക്കി തന്ന ഖദീജ, അപ്പുറത്ത് ഗോപാലമൈതിര്, ലീലാമ്മ ടീച്ചർക്ക് നന്നായിട്ട് അറിയണ്ടാവും ഗോപാലമൈതിരെ. അതുപോലെ ഞാൻ പുല്ലൂര് പഴേരി അംസക്കാട് ലോഡ്ജിൽ ഞാൻ താമസിച്ചിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജോർജ് മാഷ്, ബാബു മാഷ്, ആനന്ദൻ ടീച്ചർ, ആനന്ദ ടീച്ചറിൻ്റെ ഭർത്താവ് ചേട്ടൻ, അങ്ങനെയുള്ള ആളുകൾ. പിന്നെ അപ്പുറത്തുള്ള ആശയി ചന്ദ്രൻ, പിന്നെ പുല്ലൂര് ബാപ്പുക്കാടെ മോള് പുല്ലൂർ ബാപ്പുക്ക, സൈറാബാനു, പിന്നെ കുഞ്ഞുവിൻ്റെ മകൻ ബാവ. അങ്ങനെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ എന്താ പറയുക, അങ്ങനെ അനവധി ആൾക്കാർ. ആ പുല്ലൂർ ഭാഗത്തുള്ള അബുമാഷ്, പിന്നെ സ്കൂളിൽ മറ്റേ കുറ്റൂർ സ്കൂളിലെ രവീന്ദ്രമാഷ്, പിള്ളമാഷ്, ഞാനും രവീന്ദ്രമാഷും പിള്ളമാഷും ജോർജ് മാഷും കൂടി വീക്കെൻഡിൽ ചീട്ടലിക്ക് വരുന്നത് എൻ്റെ ലോഡ്ജിൽ വെച്ചിട്ട് 28 കളിക്കും. അത് നമ്മൾ സ്കൂളിൽ നമ്മൾ കളിക്കാറുണ്ട്. ലീലാമ്മ ടീച്ചറും ഞാനും വാസന്തിയൊക്കെ സ്കൂളിൽ വെച്ച് പരീക്ഷാ സമയത്ത് ചീട്ടലിക്കാറുണ്ട്. അതൊക്കെ രസകരമായ അനുഭവമായിരുന്നു. അതൊന്നും മറന്നിട്ട് നമ്മൾ ഗൾഫിലല്ല ഏത് ലോകത്തെത്തിയാലും ഞാനൊക്കെ ഇപ്പോൾ ഇവിടെ അഹങ്കാരം കൊണ്ട് പറയില്ല, ഇന്റർനാഷണൽ ലെവലുള്ള സ്ഥലങ്ങളിലൊക്കെ ഓസ്ട്രേലിയ, ജർമ്മനി, പിന്നെ ഇറ്റലി, ലണ്ടൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ച് ഒഫീഷ്യലായിട്ട് പോയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടെങ്കിലും ആ നമ്മുടെ പുല്ലൂർ സ്കൂളിൽ ആ മരത്തിൻ്റെ ബെഞ്ചിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് 4 ആളും കൂടി ഇരുന്നിട്ട് 28 കളിക്കുന്ന സുഖം, അതൊരു സുഖം വേറെ തന്നെ. അത് ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും കിട്ടില്ല. ഇവരുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ മനസ്സിൽ ഇങ്ങനെ ഓർമ്മയുടെ ഓടങ്ങളായിട്ട് വരുന്നുണ്ട്. നമ്മൾ തൊട്ടപ്പുറത്തെ സ്കൂളിൻ്റെ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന പറങ്ങോടൻ, അതുപോലെ ഭക്ഷണം ഉണ്ടാക്കാൻ വന്നിരുന്ന ഖദീജ, അതുപോലത്തെ ഗോപാലമൈതിര് തുടങ്ങി അപ്പുറത്ത് ഒരുപാട് ആളുകൾ, പിന്നെ കുട്ടിയാപ്പോക്ക,
അവിടെ ഉണ്ടായിരുന്ന ഒരാൾ ബാപ്പുത്തിയേക്ക, നമ്മളെ മാനേജർ ആശാരി ചന്ദ്രൻ, വല്ലൂർ ബാപ്പുക്ക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ബാപ്പുക്കയുടെ മോള് സായിറാബാനും, പിന്നെ കുഞ്ഞു എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അടുത്ത ഒരു സുഹൃത്തായിരുന്നു. എന്നെക്കാൾ എത്രയോ വയസ്സുള്ളൊരു സ്ത്രീ, ആ ഒരു നാടൻ സ്ത്രീ, കുഞ്ഞിൻ്റെ മകൻ ബാവ, അതുപോലെ തന്നെ ഷംസു, കുഞ്ഞാപ്പു, ഇങ്ങനെ രവീന്ദ്രമാഷ് നമ്മുടെ സ്കൂളിലെ, പിള്ളമാഷ്, ഇങ്ങനെ പഴയേരി അംസക്ക, ഇങ്ങനെ എത്രയോ ആളുകൾ. അതിനപ്പുറത്തേക്ക് ഞാൻ പഴയേരി അംസക്കയുടെ ലോഡ്ജിൽ താമസിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജോർജ് മാഷ്, ബാബു മാഷ്, അതുപോലെ തന്നെ ഇന്ദിര, ലസ്സി, ആനന്ദൻ ടീച്ചർ, ഹസ്ബൻഡ്, ചേട്ടൻ, അവരൊക്കെ എൻ്റെ ഏറ്റവും അടുത്ത ആളുകളായിരുന്നു. ഞാൻ ജോർജ് മാഷൊക്കെ കൂടിയിട്ട് നല്ല വർഷക്കാലത്ത് തവളകളുടെ കരച്ചിൽ കേട്ട് നല്ല തണുപ്പുള്ള മഞ്ഞുള്ള രാത്രികളിൽ ആ പുല്ലൂർ പാടത്ത് തവളയെ പിടിക്കാൻ പോവുകയായിരുന്നു. ആ തവളയെ പിടിച്ചിട്ട് ഞാൻ ജോർജ് മാഷും ലിസ് ടീച്ചറും റെമിനിയും കൂടിയിട്ട് തവള റോസ്റ്റ് ചെയ്ത് കഴിക്കുമായിരുന്നു. അതിപ്പോൾ ഓർമ്മകളാണ്. എനിക്ക് നിങ്ങളോട് ഇപ്പോൾ ഓർമ്മിക്കാനുള്ള ഇത്തരം ഓർമ്മകളെ ഞാൻ ശരിക്കും എൻ്റെ ഹൃദയത്തോട് വെച്ച് താലോലിക്കുകയാണ്. ഇപ്പോൾ ദുബായിലാണുള്ളത്. അൽഹംദുലില്ലാ 3 മക്കൾ, നിഷാന്, നിബിനു, സ്നിയാല, പിന്നെ മരുമക്കള് റാഹില എന്നുള്ള ആൾക്കാരുടെ കൂടെ എൻ്റെ പ്രിയതമ ജംഷീലയുടെ കൂടെ സുഖമായിട്ട് ദുബായിൽ, ലോകത്തിലെ ഏറ്റവും നല്ല ദ സേഫസ്റ്റ് പ്ലേസ് ഇൻ ദ വേൾഡ് എന്നൊക്കെ പറയുന്ന ദുബായിൽ ഞങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. ഇതാണ് ജംഷീല. അപ്പോൾ എല്ലാവർക്കും സന്തോഷം, എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഈ 100 വർഷം തികയുന്ന പുല്ലൂർ സ്കൂളിൻ്റെ ഈ ആഘോഷ ഒരുമിച്ച് കൂടുന്ന ഈ സന്ദർഭത്തിൽ എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബസമേതമുള്ള ആശംസകൾ നൽകുകയാണ്. പുല്ലൂരുമായിട്ടൊരു ബന്ധം ഒന്നുകൂടി ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ, ഞാനൊരു പുസ്തകം എഴുതിയിരുന്നു. ഞാനത് പറഞ്ഞിരുന്നു, മതച്ചാറും ഇടവഴിയും എന്നൊരു പുസ്തകം എഴുതിയിരുന്നു. ആ പുസ്തകം ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ പ്രകാശനം ചെയ്തിരുന്നു. കോഴിക്കോട് അക്ഷരം വേദിയുടെ പുരസ്കാരം നേടിയിരുന്നു. അങ്ങനെ അതിലെ ഒരു 10-33 കഥകളുള്ള ഒരു ചെറിയ പുസ്തകമാണത്. അതിനകത്ത് ഉള്ള ഒരു കഥകളിൽ 33 കഥകളിലെ ഒരു കഥ നമ്മുടെ പുല്ലൂരെ സ്കൂളിലെ ടീച്ചേഴ്സും പുല്ലൂർ ഗ്രാമത്തിൽ ഞാൻ കണ്ട കഥാപാത്രങ്ങളൊക്കെ ആയിരുന്നു ഒരു അധ്യായത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയത്. അതിനർത്ഥം 10-30 കൊല്ലമായിട്ടും ഞാൻ പുല്ലൂരിൽ നിന്ന് മാറി നിന്നിട്ട് പോലും ആ ഗ്രാമത്തിലെ ഓരോ ആൾക്കാരെയും നമ്മൾ മനസ്സോട് ചേർത്ത്, ജനജോട് ചേർത്ത് വെച്ചിരുന്നതാണ് എൻ്റെ ആദ്യമായിട്ട് ഞാൻ എഴുതിയ പുസ്തകത്തിൽ. ആ ഒരു അധ്യായത്തിൽ ഈ സ്കൂളിലെ ആളുകളും ഈ ഗ്രാമത്തിലെ ആളുകളെ ഞാൻ ഉൾപ്പെടുത്തിയത്. അതുകൊണ്ട് ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതൊരു വലിയ കാര്യമായിട്ട് പറയല്ല. എൻ്റെ ഒരു കുഞ്ഞു പുസ്തകമാണ്, വലിയൊരു മഹാകാവ്യമൊന്നുമില്ല. എൻ്റെ സംസാര ഭാഷയിൽ, ഇതുപോലുള്ള സംസാര ഭാഷയിൽ സാഹിത്യമൊന്നും കലർത്താതെ സാധാരണ രീതിയിലുള്ള ഈ സംസാര ഭാഷയിൽ ഞാൻ എഴുതിയ ചെറിയ പുസ്തകമാണ് മഴച്ചാറും കൊണ്ട് വഴി. ഗ്രീൻ ബുക്സ് തൃശ്ശൂർ അവരുടെ ബുക്ക് സ്റ്റാളിനകത്ത് കിട്ടും. ആരെങ്കിലും കിട്ടുവാണെങ്കിൽ വായിക്കാൻ താല്പര്യമുള്ളവർ അത് വാങ്ങിക്കുകയാണെങ്കിൽ സന്തോഷം. അഭിപ്രായങ്ങൾ പറയുക, തെറ്റുകുറ്റങ്ങളൊക്കെ പറയുക, തെറ്റുണ്ടെങ്കിൽ പൊറുക്കുക.